ഹലോ ഗൈസ്, ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട് പുതിയ റെസിപ്പി ആയിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ നോക്കാം, കോവയ്ക്ക പൊരിച്ചത്. അപ്പം ഈ ഒരു സംഭവം കഴിച്ചിട്ടുള്ളവരും കഴിക്കാത്തവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മെയിൻ സ്ഥാനം ഇതാ, നമ്മുടെ കോവയ്ക്ക ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ നീളങ്ങനെയാണ്, ചെറിയ ചെറിയ പീസായിട്ട് നീളങ്ങനെ അരിയുക. അല്ലാണ്ട് നമ്മൾ കുത്തി ചെറിയ പീസായിട്ട് അങ്ങനെയല്ല അരിയേണ്ടത്, പൊരിക്കാനുള്ള രീതിക്ക്. അതായത് നീളങ്ങനെ നൈസായിട്ട് കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കുറച്ച് ഓയിൽ, പാകത്തിന് വെള്ളം, ഇത്ര മാത്രം മസാലകളേ ഉള്ളൂ. ഇനി നല്ലതുപോലെ പേസ്റ്റ് പോലെ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, ഓവർ വെള്ളമായി പോവേതെ ഈ രീതിയിൽ എടുത്തിട്ട് നമ്മുടെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചതൊക്കെ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല വരണേ. ഈ മസാല കൂടുതൽ വേണ്ടവർക്കൊക്കെ ആഡ് ചെയ്യട്ടോ. ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം നല്ലതുപോലെ ഓയിൽ ആവശ്യമുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നില്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒരു ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ടാ ഒരു 2-3 തവണ നമുക്ക് പൊടിച്ചെടുക്കുന്ന രീതിയിൽ അത്യാവശ്യം കൊള്ളുന്ന രീതിക്ക് നിങ്ങൾ പാകത്തിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഗ്യാപ്പ് ആവാണ്ട് കുറച്ച് ഇങ്ങനെ കട്ടി നമ്മൾ കുന്നുകൂടി നിൽക്കില്ല, അതേപോലെ ആവേണ്ട എല്ലാ സ്ഥലത്തും എത്തി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തുറന്ന് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് സൈഡ് മറിച്ചിടുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയാലും മതി കേട്ടോ. എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റാണ്. ഇനി നിങ്ങൾക്ക് ഈ പൊടികളിന് പകരം നമുക്ക് ഇതിന് കൂടെ ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റും കൂടി ഒന്നും കൂടി കൂടും. കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റായിട്ട് മോനൊക്കെ കൊടുക്കാൻ വേണ്ടിയുണ്ട് വല്ലാണ്ട് മസാല ഒന്നും ആഡ് ചെയ്യാണ്ടാണ് ഞാൻ ചെയ്തത്. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു പരിവാവാൻ നമുക്ക് കോഴി മാറ്റിയെടുക്കാം കേട്ടോ. ഇത്ര മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റാണ്, ക്രഞ്ചി ആയിട്ട്. നമ്മുടെ ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണേ. ഈ നമ്മുടെ കോൺഫ്ലോർ ഈ സമയത്ത് ഇതിന് കൂടെയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ക്രിസ്പിനെസ് കിട്ടും. നമ്മുടെ ചിക്കൻ പൊരിച്ചതിൻ്റെയൊക്കെ ഫ്രൈൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ടൈപ്പ്, ആ ഒരു ടേസ്റ്റ് പോലെയൊക്കെ നമുക്ക് കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്യുമ്പം പറ്റും കേട്ടോ. എനിക്കെന്തോ അതിട്ടിട്ട് ഒന്നും കൂടി പെട്ടെന്ന് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നുക. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് കേട്ടോ. എന്നിട്ട് 2-3 തവണയായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്രയും ഓയിൽ ആഡ് ചെയ്തത്. ഒരുപാട് ഓയിൽ ഒഴിച്ചൊന്നും ആരും പറയരുത്. 2-3 തവണ ഞാൻ ചെയ്തതിന് ശേഷമാണ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയത് കേട്ടോ. എനിക്ക് ഈ കോവയ്ക്കൊക്കെ കാണുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ മൈ വേ ബൈ കല്യാണി യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിലെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, അതാ പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. പിന്നെ അവനായിട്ട് കുറച്ച് നേരമൊക്കെ സല്ലപിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുക്കിങ്ങിലേക്ക് എത്തി. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ് മക്കളെ, സൂപ്പറാണ്. നോൺ വെജ് ഐറ്റംസ് നമുക്ക് ഇതിങ്ങനെ വെറുതെ പെറുക്കി തിന്നാൻ തോന്നും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.